ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു 4 മണിക്ക് കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. അപ്പം നമ്മൾ ഇതിൽ ഒരു പാത്രം നിറച്ചില്ല, ഇത്രയും റവ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ സാധനങ്ങൾ എടുക്കുക. പിന്നെ 2 ഏലക്കായാണ്, നമുക്കിത് പൊടിച്ചിടണം. പിന്നെ ഒരു നിറച്ച് 2 ടീസ്പൂണ് അരിപ്പൊടി കേട്ടോ. ഇതിന് ഫുള്ളായിട്ട് 2 ടീസ്പൂണ് അരിപ്പൊടി. പിന്നെ ഇത് മൈദയാണ്. മൈദ നമുക്കിതുപോലെ തന്നെ 1 2 3 ഒരു 4 ടീസ്പൂണ് ഫുള്ളായിട്ട് നമുക്ക് ഇലക്ക് പൊടിച്ചിടണം. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക്, ഇത് ശർക്കരപ്പാനിയാണ്, നല്ല ചൂടുണ്ട്. ചൂടോട് കൂടി തന്നെ ഒഴിക്കുക കേട്ടോ. നന്നായി കലക്കി എടുക്കണം. 2 വലിയ അച്ച് വെള്ളം കലക്കിയതാണ് കേട്ടോ. നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഇടാം. ഒരു പിഞ്ചുപ്പിടാം. ഇത് മാവ് കുറച്ചായ കാരണമാണ് ഒരു പിഞ്ചുപ്പിടണം കേട്ടോ. ഞാനിതിലേക്ക് സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമുക്ക് മാവ് നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് കട്ട ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കുക. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് റവയായ കാരണം ചിലപ്പോൾ ഇനിയും ഇരിക്കുമ്പോൾ കട്ടയാവും. അപ്പോൾ നമുക്ക് ആ നേരത്ത് വെള്ളം വേണമെങ്കിൽ പിന്നെയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ വെക്കാം. ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരണവരെ. പിന്നെ ഇത് വേറൊരിത് ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ വീഡിയോ കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. റവ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കുക. അപ്പോൾ റവ നന്നായി കുതിരുമല്ലോ. അതിന് ശേഷം മറ്റുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. നമുക്കിതൊരു അരമണിക്കൂർ വയ്ക്കാം. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. കത്തിച്ച് കൊടുക്കുക, ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് എടുക്കാം. ഈ കളറാവുമ്പോൾ എടുക്കണം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക.
ചീഞ്ചട്ടി ചെറുതാണല്ലോ, അപ്പൊ നമുക്കത് ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ നമുക്കിത് എടുക്കാറായിട്ടുണ്ട്. നമ്മുടെ 4 മണി പലഹാരം നമ്മളുടെ വീട്ടിലുള്ള റവയും മൈദയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അത് മാത്രം മതി. പിന്നെ ശർക്കരയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ, കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.